Hare Krishna, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Rama, Rama Rama, Hare Hare, Hare Krishna, जानकी कांतस्मरणं जय जय राम राम, गोपिका जीवनस्मरणं गोविंद गोविंद, सद्गुरुमूर्ति की जय। हर नमः पार्वती पतये, हर हर महादेव, आंजनेय स्वामी की जय। गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः, गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। गुरवे सर्वलोकानां विषजे भवरोगिणां, निधये सर्वविद्यानां दक्षिणामूर्तये नमः। सीतारामसमारम्भां रामानन्दादिमध्यमाम्, अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्री सीतारामगुणग्राम पुण्यारण्यविहारिणौ वन्दे विशुद्धविज्ञानौ कवीश्वरकपीश्वरौ, कूजन्तं राम रामेति मधुरं मधुराक्षरम्, आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणां, शृण्वन् रामकथानादं को न याति पराङ्गतिम्। वर्णानाम् अर्थसङ्गानां रसानां छन्दसामपि, मङ्गलानां च कर्तारौ वन्दे वाणीविनायकौ। भवानी शङ्करौ वन्दे श्रद्धाविश्वासरूपिणौ, याभ्यां विना पश्यन्ति सिद्धस्वान्तस्थईश्वरं। वन्दे बोधमयं नित्यं गुरुं शङ्कररूपिणं। यमाश्रितो वक्रोऽपि चन्द्रः सर्वत्र वन्द्यते, सीतारामगुणग्रामपुण्यारण्यविहारिणौ वन्दे शुद्धविज्ञानौ कवीश्वरकपीश्वरौ। उद्भवस्थितिसंहारकारिणीं क्लेशहारिणीं, सर्वश्रेयस्करीं सीतां नतोऽहं रामवल्लभां। यन्मायावशवर्तिविश्वमखिलं ब्रह्मादिदेवासुरा, यत्सत्त्वानुमृषैव भाति सकलं रज्जौ यथार्थे भ्रमः। यत्पादप्लवमेकमेव हि भवाम्भोधे स्थितिर्षावतां, वन्देऽहं तमशेषकारणपरं रामाख्यमीशं हरिं। माता रामो मत्पिता रामचन्द्रः, स्वामी रामो मत्सखा रामचन्द्रः। सर्वस्वं मे रामचन्द्रो दयालुः, रामादन्यं न जाने नैव जाने। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना। अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। आञ्जनेयमतिपाटलाडनं काञ्चनाब्जकमनीयविग्रहं, पारिजाततरुमूलवासिनं भावयामि पवमाननन्दनं। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं, बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्। श्री सीतारामचंद्र भगवान की जय। गोस्वामी श्री तुलसीदास महाराज की जय। ശ്രീ സീതാരാമ വിവാഹം ഇന്നലെ ശ്രവിച്ചു. രാമനും സീതയും അത്യന്തം സന്തോഷത്തോടെ 12 വർഷക്കാലം 12 വർഷം അയോധ്യയിൽ
സുഖമായിട്ട് നിവസിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ദശരഥ മഹാരാജാവിന് രാമനെ പട്ടാഭിഷിക്തനാക്കി കാണണം എന്ന് ആഗ്രഹം, കല്യാണത്തിൻ്റെ അന്ന് തന്നെ. പക്ഷേ എന്തുകൊണ്ടോ തിരക്ക് കൊണ്ടാവാം അതിന് സാധിച്ചില്ല. അത് ഇച്ചിരി കാലം താമസമായി, 12 വർഷമായി. അങ്ങനെ 12ാമത്തെ വർഷം തുടങ്ങുന്ന സ്ഥലം അയോധ്യാകാന്ഡം. അയോധ്യാകാന്ഡം ശ്രീ രാമായണത്തില് ത്യാഗത്തിനെ പറയാണ്. നമ്മളെ വേദത്തിലൊക്കെ പറയും, അമൃതത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ, അമൃതത്വം എന്ന് വെച്ചാൽ എന്താ? അമരത്വം. അമരത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ ത്യാഗം ചെയ്യണം. എന്തിനാ ത്യാഗം ചെയ്യുക? ഞാൻ എന്നുള്ള ഒരു ഫേക്ക് എക്സിസ്റ്റൻസിനെ ത്യാഗം ചെയ്യുക. ഞാൻ എന്നുള്ള അഹങ്കാരം, ഈ അഹങ്കാരത്തിനെ ത്യാഗം ചെയ്യുക. അഹങ്കാരത്തിനെ ത്യാഗം ചെയ്യുന്നത് തന്നെയാണ് വാസ്തവത്തിലെ അമൃതത്വം. ഈഗോ ഇല്ലാതാക്കുക. 12 വർഷക്കാലം തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ രാമചന്ദ്രൻ മൂർത്തിയും ശ്രീ സീതാദേവിയും അയോധ്യയില് സുഖമായിട്ട് നിവസിച്ചുകൊണ്ടിരിക്കെ ഗോസ്വാമി അയോധ്യാകാന്ഡം ആരംഭിക്കുന്നു. യസ്യാംഗേ ച വിഭാതി ഭൂധരസുതാ ദേവാപകാ മസ്തകേ ബാലേ ബാലവിദുർഗളേ ച ഗരളം യസ്യോരസി വ്യാളരാട്ട് സോയം ഭൂതി വിഭൂഷണസുരവരഃ സർവാധിപഃ സർവദാ സർവഗത ശിവ ശശിനിഭഃ ശ്രീശങ്കരഃ പാതു മാം. ആശ്ചര്യമായിട്ട് പരമേശ്വരനെ സ്തോത്രം ചെയ്തിട്ട് അയോധ്യാകാന്ഡത്തിൽ പ്രവേശിക്കുകയാണ്. രാമായണം അല്ലേ, അതിനെന്തിനാ ഇപ്പോൾ പരമേശ്വരനെ സ്തോത്രം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ രാമചരിത മാനസ് തന്നെ പരമേശ്വരൻ കൊടുത്ത ഒരു ഭിക്ഷയായിട്ടാണ് ഗോസ്വാമി തുളസീദാസ് കണക്കാക്കുന്നത്. അങ്ങനെ ഇയാളുടെ അംഗത്തിൻ്റെ അർത്ഥമായിട്ട് പാതിയിൽ ഭൂധരസുധ, ഭൂധരം മല, പർവ്വതം, സുധ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ഭൂധരസുധ എന്ന് പറഞ്ഞാൽ പർവ്വതരാജകുമാരി പാർവതി ദേവി ആരുടെ അർദ്ധാംഗിനിയായിട്ടാണോ വസിക്കുന്നത്. ഇയാളുടെ മസ്തകത്തിൽ ദേവാപക, ദേവലോകത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗ വസിക്കുന്നുവോ. ഭാലെ, ഇയാളുടെ ശിരസിൽ ചന്ദ്രൻ വസിക്കുന്നു. ഗരളം, കഴുത്തിൽ വേളം സർപ്പം നിവസിക്കുന്നുവോ. ആ വിഭൂതിഭൂഷിതനായ സുരവരനായ, എല്ലാവർക്കും അധിപതിയായ, എല്ലാവരുടെയും അന്തര്യാമിയായ, എല്ലാവരുടെ അകത്തും ആത്മസ്വരൂപമായിട്ട് നിത്യം വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യമൂർത്തി എപ്പോഴും സർവഗത, എല്ലായിടത്തിലും വ്യാപിച്ചിരിക്കുന്ന, സർവഗതൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോകുന്നവെന്നുള്ള അർത്ഥമല്ല, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ശിവൻ മംഗളരൂപി നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അയോധ്യാകാന്ഡം ആരംഭിച്ചു. ഉടനെ ഗോസ്വാമി പ്രാർത്ഥന ചെയ്യാണ്. രാമനെ പ്രാർത്ഥിക്കില്ല, രാമനെ ധ്യാനം ചെയ്യാണ് അവിടെ. ആശ്ചര്യമായ ഒരു രാമധ്യാനം. എല്ലാവരും കേട്ട് കാണും ഈ ശ്ലോകം. നീലാംബുജശ്യാമളകോമളാംഗം സീതാസമാരോപിതവാമഭാഗം പാണോ മഹാസായകചാരുചാപം നമാമി രാമം രഘുവംശനാഥം. രഘുവംശത്തിൻ്റെ നാഥനായ ശ്രീരാമനെ ധ്യാനിക്കുന്നു. ആ രാമൻ ഏത് നിറം? നീല നിറം. നീലാംബുദശ്യാമള കോമളാംഗം, മൃദുവായ അംഗം.
എന്തിനാ രാമന്റെ മൃദുത്വത്തിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് ചോദിക്കാം. രാമന്റെ അംഗം മൃദുവാണ് എന്ന് ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് ചോദിക്കാം. രാമായണത്തിലെ പ്രധാനം ആലോചിച്ച് നോക്കിക്കോളൂ. രാമന്റെ അവതാര കാലം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് രാമാവതാര എന്ന് വാൽമീകി രാമായണത്തിനകത്ത് പറയുന്നത് 11,000 years, 11,000 വർഷം. ആ 11,000 വർഷത്തില് 11,000 വർഷത്തിന്റെ ചരിത്രം നമുക്ക് അവൈലബിൾ അല്ല, എഴുതിയിട്ടില്ല. ശരി, അതിന് പോട്ടെ, അതിൻ്റെ പാതിയെങ്കിലും എഴുതിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ 5500 വർഷം അതും ഇല്ല. ഒരു 1000 വർഷത്തിൻ്റെ ചരിത്രമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10%, ഒരു 1100 വർഷത്തിൻ്റെ ചരിത്രം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതും അവൈലബിൾ അല്ല. ഒക്കെ പോട്ടെ, ശരി. എന്നാൽ ഒരു 500 വർഷത്തിൻ്റെ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു 100 വർഷത്തിൻ്റെ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വാൽമീകി ആകട്ടെ, ഗോസ്വാമി തുളസിദാസ് ആകട്ടെ, അധ്യാത്മരാമായണമാകട്ടെ, ഇനി ഏത് രാമായണമാകട്ടെ, എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ 14 വർഷത്തിൻ്റെ ചരിത്രം മാത്രം, ഇത്ര നിസ്താരമായിട്ട്. ഓക്കെ, ഓഫ്കോഴ്സ് ബാലകാണ്ഡം ഉണ്ട്, എങ്കിൽ പോലും ഇത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. ഇപ്പൊ നോക്കിക്കോളൂ, അയോധ്യാകാണ്ഡത്തിന്റെ പാതി തൊട്ട്, പാതിയല്ല, ഏകദേശം ഒരു 90% തൊട്ട് ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം വരെ 5 കാണ്ഡം പൂർണ്ണമായിട്ടും ഈ 14 വർഷത്തിന്റെ ചരിത്രമാണ് വിസ്താരമായിട്ട് പറയുന്നത്. അത് കാരണം എന്താ? ആ ത്യാഗത്തിന്റെ മഹത്വം പ്ലസ് ഭഗവാന്റെ കോമളമായ അംഗത്തിന്റെ മഹത്വം. ശ്രീ ഭാഗവതത്തിലെ ശുകബ്രഹ്മ ഋഷി രാമായണം പറഞ്ഞു തുടങ്ങുമ്പോൾ പറയും, ഒറ്റ ശ്ലോകത്തിൽ രാമായണം പറഞ്ഞു ശുകബ്രഹ്മ ഋഷി. ഗുരുവർത്തേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാഹ പാണിസ്പർശ അക്ഷമാഭ്യാം വൃജിന പദരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യ ശൂർപ്പണക്യാഹ പ്രിയ വിരഹ രുഷാരോപിത ബ്രൂ വിജൃംഭത് ത്രസ്താബ്ധി ബദ്ധസേതു ഖലദവന കൗസലേന്ദ്രോ വദാന്ന. ഗുരുവർത്തേ ത്യക്തരാജ്യ, വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാജ്യത്തെ ത്യാഗം ചെയ്തു. പിന്നെന്ത് ചെയ്തു? വ്യചരത്ത് അനുവനം വ്യചരത്ത് എങ്ങനെ നടന്നു? വ്യചരത്ത് എന്ന് പറഞ്ഞാൽ നടന്നു, അലഞ്ഞു എന്നർത്ഥം. നടക്കുക എന്ന് പോലുമല്ല, അലഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പത്മപത്നിയാം, ചെരുപ്പില്ല. ഒരു 5 മിനിറ്റ് ഈ റോട്ടിൽ കൂടെ ചെരുപ്പില്ലാണ്ട് നിൽക്കാനോ നടക്കാനോ പറ്റുന്നില്ല. ഇത്ര നല്ല സ്മൂത്തായിട്ടുള്ള റോഡാണെങ്കിൽ പോലും ആ റോട്ടിൽ 5 മിനിറ്റ് ചെരുപ്പിടാതിരിക്കാൻ പറ്റുന്നില്ല. അയ്യോ, വെയില്, കാല് പൊള്ളുന്നു. അതോ വനം, ആരണ്യം മൊത്തം കാലുകൊണ്ട് നടന്നു. റഫ് കാലല്ല. അവിടെ തന്നെ ശുകബ്രഹ്മ ഋഷി പറയുന്നു, പാണിസ്പർശ അക്ഷമാഭ്യാം പ്രിയായാഹ പാണിസ്പർശ അക്ഷമാഭ്യാം. പ്രിയ സീതാദേവി രാമൻ ഒരു ദിവസം തൻ്റെ മഞ്ചത്തിൽ ഊഞ്ഞാലിൽ കാല് നീട്ടി കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണ്. ആ കാറ്റത്ത് ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. സീത ഒരു ദിവസം രാമനെ, ആ ഊഞ്ഞലിൽ കിടക്കുന്ന രാമനെ കാണാൻ വേണ്ടിയിട്ട് നേരെ വന്നു. കൊട്ടാരത്തിൽ അയോധ്യയിലിരിക്കുമ്പോൾ കഥവ് തുറന്നു വന്നപ്പോഴത്തേക്കും രാമന്റെ കാലില് ശംഖ്, ചക്ര, യവ, വജ്ര ഇത്യാദി രേഖകൾ കാലിൽ കാണാൻ പറ്റും. മഹാപുരുഷന്റെ പാദമായതുകൊണ്ട് ആ പാദത്തിൽ ഇത്യാദി രേഖകൾ കാണാൻ പറ്റും. ആ ഒരു രേഖ കണ്ടിട്ട് സീത വിചാരിച്ചു എന്തോ അഴുക്ക് പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നേരെ ഓടി വന്ന് ആ അഴുക്കിനെ പയ്യെ എടുക്കുന്നത് പോലെ തൊട്ടതേ ഉള്ളൂ. എന്ത് ചെയ്തു? തൊട്ടു. അഴുക്കിനെ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ച് തൊട്ടു. ആ തൊട്ടത് ഭഗവാന് സഹിച്ചില്ല. എന്ന് പറഞ്ഞ് കാലിനെ പുരലോട്ടാക്കി. അത്ര കോമളമായ മൃദുലമായ ചരണം.
ആ കോമളമായ മൃദുലമായ ചരണം കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിൽ നിന്ന് വനം നടന്നു പോവാണ്. നീലാംബുദശ്യാമള കോമളാംഗം. ആ രാമനെ ധ്യാനം ചെയ്യൂ. നേരെ രാമന്റെ മുഖകമലത്തിനെ ധ്യാനിച്ചു ഗോസ്വാമി. പ്രസന്നതാം യാനഗദാഭിഷേകതഃ തഥാ നമംളേ വനവാസ ദുഃഖതഃ മുഖാംബുജശ്രീരഘുനന്ദനസ്യ മേ സദാസ്തു സാ മഞ്ജുളമംഗളപ്രദാ. അയോധ്യാകാണ്ഡത്തിൽ ആരംഭിക്കുമ്പോൾ 3 ശ്ലോകം ചെയ്തു. ഇപ്പോ ഇത് 2ാമത്തെ ശ്ലോകമാണ്. നീലാംബുജശ്യാമള കോമളാംഗം 3ാമത്തെ ശ്ലോകം. ഗോസ്വാമി പറയുന്നു, രാമന്റെ മുഖം എനിക്ക് എപ്പോഴും മംഗളം തരട്ടെ. അതെന്താ? രാമന്റെ മുഖം പറയേണ്ട ആവശ്യമില്ലല്ലോ. രാമന്റെ മുഖം എപ്പോഴും മംഗളം തരുന്നത് തന്നെയാണല്ലോ എന്ന് ചോദിച്ചാൽ അല്ല, അതിൽ വ്യത്യാസമുണ്ട്. പ്രസന്നമായിട്ടുള്ള രാമന്റെ മുഖം എനിക്ക് മംഗളം തരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ രാമൻ എപ്പോഴാ അപ്രസന്നനായിട്ടിരിക്കുക, എപ്പോഴാ ദുഃഖിച്ചിരിക്കുക? ഒരിക്കലും ദുഃഖമില്ല. നമ്മളെ വിഷ്ണു സഹസ്രനാമം അതിൽ സുമുഖായ നമഃ എന്ന് ഭഗവാൻ ഒരു നാമമുണ്ട്. ആ സുമുഖായ നമഃ എന്ന് വരുന്ന സ്ഥലത്തിൽ ആചാര്യൾ ഭാഷ്യം ആദിശങ്കരാചാര്യൾ വ്യാഖ്യാനം ചെയ്തത്, നിനക്ക് ഇന്ന് പട്ടാഭിഷേകം ഇല്ല എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവ് രാമനെ വനത്തിലോട്ട് അയച്ച സമയം ആ വനത്തിലേക്ക് പുറപ്പെടുന്ന രാമന്റെ മുഖം സുമുഖം. ഒരു 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 തുള്ളി വിഷമം മുഖത്തിലില്ല. അത് പറയുന്നു, പ്രസന്നതാം യാനഗതാഭിഷേകസ്തഥാ. അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രസന്നതയില്ല, അപ്പോഴും പ്രസന്നതയില്ല. അഭിഷേകം ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മ്ലാനതയില്ല. നമ്മളെ വനവാസ ദുഃഖത, വനവാസത്തിൽ ഒരു സ്ഥലത്ത് പോലും വനത്തിൽ പോകാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള മ്ലാനതയില്ല. ഇതാണ് ജീവിതത്തിന്റെ ജയം. നമ്മൾ ജീവിതം ജയിച്ചു, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ജയിച്ചു എന്ന് പറയാൻ IAS IPS ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ഒന്നുമല്ല. ജീവിതത്തിലെ ജയിച്ചു എന്ന് സ്വന്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഏതവസ്ഥയിലും ഒരേ നിലവാരത്തിലിരിക്കുക. ഏതവസ്ഥയിലും ഒരു ക്ഷോഭിക്കുന്നതുമില്ല, ഒരിടത്ത് അധികമായിട്ട് ആഹ്ലാദിക്കുന്നുമില്ല, മൂഡ് ഓഫായിട്ട് ഇരിക്കുന്നുമില്ല. എപ്പോഴും സമമായിട്ടിരിക്കുക, സമഭാവത്തിലിരിക്കുക. ഇത് വളരെ തപസ്സിൻ്റെ ഒരു ആവശ്യകതയുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക്. കാരണം തപസ് മാത്രമല്ല, ജ്ഞാനത്തിൻ്റെ അത്യന്തം ആവശ്യകത ഇവിടെ ഉണ്ട്. എപ്പോഴും പ്രസന്നതയായിട്ടിരിക്കുക ഒരു മന്ത്രമാണിത്. സർവദാ പ്രസന്നമായിട്ടിരിക്കുന്നത് ഇതൊരു വലിയ മന്ത്രമാണ്. അങ്ങനെ രാമചന്ദ്രമൂർത്തിയെ ആ രാമചന്ദ്രമൂർത്തി ഞങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് ഗോസ്വാമി രാമചന്ദ്രമൂർത്തിയുടെ മുഖം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോസ്വാമി തുടങ്ങി. അടുത്തതൊരു ദോഹയിൽ നിന്ന് തുടങ്ങി. വളരെ പ്രസിദ്ധമായ ദോഹ, എല്ലാവരും ധാരാളം കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്ന ദോഹ. ശ്രീ ഗുരു ചരണ സരോജ രജ നിജമനു മുകുര സുധാരി ബരണവു രഘുഭർ വിമല ജസു ജോധായക ഫലചാരി. ഈ ദോഹ ഹനുമാൻ ചാലീസിലെ ദോഹയല്ല. ഹനുമാൻ ചാലീസിലെ ഈ ദോഹ എടുത്ത് ഇട്ടു മുമ്പിലെന്നേ ഉള്ളൂ, മംഗളാചരണമായിട്ടിട്ടു. മംഗളം ഗുരുവിൻ്റെ
പാദ നമസ്കാരം ഉണ്ട്. ഗുരുവിൻ്റെ പാദ നമസ്കാരമല്ല, ശ്രീ ഗുരു ചരണ സരോജ രജ്, ഗുരുവിൻ്റെ പാദ സരോജത്തിലുള്ള മണ്ണിന് നമസ്കാരം. അതിനെ ധരിക്കാൻ ആ പാദ സരോജത്തിലുള്ള മണ്ണിനെ ശിരസിൽ ധരിച്ച് രഘുവരൻ്റെ, രാഘവന്റെ വിമലമായ ചരിത്രം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 വിധ പുരുഷാർത്ഥം തരുന്ന ശ്രീ രാഘവന്റെ ചരിത്രം കേൾക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങി. അയോധ്യാകാന്ഡ ആരംഭിച്ചു. രാമനും സീതയ്ക്കും ശുഭസൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. നൃപജുബരാജു രാമ കഹു ദേഹു ജീവൻ ജന്മലാഹു കിൻലേഹു. രാജാവ് രാമനെ പട്ടാഭിഷിക്തനാക്കാം എന്ന് വിചാരിക്കുന്ന സമയം രാമനും സീതയ്ക്കും ശുഭസൂചന കിട്ടി. പറയുന്നു ഗോസ്വാമി, कहईबु आलु सुनी अमुनि नायक, भय राम सब विधि सब नायक, सेवक सचिव सकल पुरबासी, जे हमारे अरिमित्र उदासी. രാമന് എന്താ ശുഭസൂചനകൾ കിട്ടുക എന്ന് ചോദിച്ചാൽ ഗോസ്വാമി പറയുന്നു, രാമൻ പറയണു അത്രേ, സീതയെ എനിക്ക് അച്ഛൻ പട്ടാഭിഷേകം ചെയ്ത് വെക്കാൻ പോകുന്നു എന്നുള്ള ശുഭസൂചന അല്ല കിട്ടുന്നത്. നേരെ മറിച്ച് എന്താ, എൻ്റെ ഭരതൻ വരാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നു സീതയെ. എൻ്റെ ഭരതൻ എന്നെ തേടിക്കൊണ്ട് വരാൻ പോകുന്നു എന്ന് വിചാരിക്കുകയാണ്. അച്ഛനിവിടെ പട്ടാഭിഷേകത്തിന് ഏർപ്പാടാക്കുന്ന കാര്യം രാമന് അറിയത്തേയില്ല. പക്ഷെ എന്നാലും പറയാണ്, ഭരതൻ വരാൻ പോകുന്നു എന്ന് തോന്നുന്നു. രാമസിയതൻ സുഗുണ ജനായി, ഫർകഹി മംഗൾ അംഗ സുഹായി. രാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു, സീതയുടെ ഇടത് കണ്ണ് തുടിക്കുന്നു. ഈ ശുഭസൂചന കൊണ്ട് രാമൻ വിചാരിച്ചു, പുളക്കി സപ്രേമ പരസ്പര കഹി. പുളകാങ്കിതമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഭരത ആഗമനു സൂചക് അഹി. ഭരതൻ വരാൻ പോകുന്നു. ഭയേ ബഹുത് ദിൻ അതി അവസേരി, സഗുണ പ്രതീതി ഭേട്ട് പ്രിയക്കേ. എത്ര ദിവസമായി ഭരതൻ ഇവിടെ നിന്ന് പോയിട്ട്, ആ ഭരതൻ വരാൻ പോകുന്നു തോന്നുന്നു എന്ന് പറഞ്ഞിരിക്കെ രാജാവ് രാമനെ വിളിച്ചു. നിനക്ക് പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നു രാമ എന്ന് പറഞ്ഞു. ആദ്യം വസിഷ്ഠരുടെ അടുത്ത്, അതായത് വാൽമീകി രാമായണത്തിലും തുളസി രാമായണത്തിലുമുള്ള വ്യത്യാസം, രാമനെ ആദ്യം വിളിച്ച് സുമന്ത്രനെ ആദ്യം വിളിച്ച് പട്ടാഭിഷേകത്തിന് തീരുമാനിച്ചു ദശരഥൻ. പിന്നീട് വസിഷ്ഠൻ്റെ അടുത്ത് അറിയിച്ചു. ഇവിടെ ആദ്യമേ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്. വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം ശ്രീ രാമചന്ദ്രമൂർത്തിയെ വിളിക്കാൻ പറഞ്ഞു. സുമന്ത്രൻ പോയി രാമചന്ദ്രമൂർത്തിയെ വിളിച്ചുകൊണ്ട് വരുന്നു. ആ വിളിച്ചുകൊണ്ട് വരുന്ന രാമനെ കണ്ട് ദശരഥ മഹാരാജ പറഞ്ഞു, രാമ, നിനക്ക് നാളെ പട്ടാഭിഷേകം ചെയ്തു വയ്ക്കാൻ പോവുകയാണ്, നീ തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞു. രാമൻ്റെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞു, ഒട്ടും പ്രസന്നമല്ല. നോക്കിക്കോളൂ, ഇന്ന് നമുക്കൊരു 10,000 രൂപ കിട്ടി, ഇല്ലെങ്കിൽ 20,000 രൂപ കിട്ടി എന്ന് പറഞ്ഞ് പ്രസന്നമായി കഴിഞ്ഞാൽ അതേ പൈസ നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ദുഃഖത്തിന് കാരണം. ഇന്ന് നമുക്ക് AC റൂമുണ്ട്, അപ്പോൾ AC ഇട്ടാൽ നല്ലതായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് പ്രസന്നമായിട്ടിരുന്നാൽ ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ ആ കറണ്ട് പോകുന്നത് തന്നെ AC, സന്തോഷം കൊടുത്ത AC ഇപ്പോൾ ദുഃഖം തരും. അപ്പോൾ AC വേണ്ടേ എന്നല്ല, AC ഇരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, അതിലോട്ട് അറ്റാച്ച്ഡ് ആവാതിരുന്നാൽ മതി. ആ രാജ്യത്തിൽ രാമൻ അറ്റാച്ച്ഡ് ആയിരുന്നില്ല. വിമല ബംസയഹു അനുചിതയേകു ബന്ധു വിഹായി ബഡേഹി അഭിഷേകു. രാമൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയാ ബന്ധുക്കളില്ലാതെ അഭിഷേകം ചെയ്യുക? ഭരതനില്ലാതെ എങ്ങനെയാ അഭിഷേകം ചെയ്യുക? കാരണം
ഞങ്ങൾ 4 പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജനിച്ചത് ഒരുമിച്ച്, ഉപനയനം കഴിച്ചത് ഒരുമിച്ച്, വളർന്നത് ഒരുമിച്ച്, ഭക്ഷണം കഴിച്ചത് ഒരുമിച്ച്, ഉറങ്ങുന്നത് ഒരുമിച്ച്, പഠിച്ചത് ഒരുമിച്ച്, എല്ലാം ഒരുമിച്ച്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് 2-3 കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നടക്കും. പക്ഷേ വിവാഹം അത് ഒരുമിച്ച്, ഒരേ വീട്ടിൽ ഒരേ സ്ഥലത്ത് നിന്നും 4 കുട്ടികൾ, 4 പേർക്കും ഒരേ മണ്ഡപത്തിലൊക്കെ തന്നെ കല്യാണം. ഇതെങ്ങനെ നടക്കും? ഞാനൊരു സ്വർണ്ണ ചെയിൻ ഇട്ടാൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഇടുന്നത്, ഭരതൻ കണ്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. രാമൻ പറയാം, ഭരതൻ എന്തെങ്കിലും ഒരു സ്വർണം ഇല്ലെങ്കിൽ ഒരു നല്ല പദാർത്ഥം ഭരതന് കിട്ടിയാൽ അതിൽ ഭരതന് സന്തോഷം ഉണ്ടോ എന്നില്ലയോ എനിക്കറിയില്ല, ഞാനായിരിക്കും കൂടുതൽ സന്തോഷിക്കുക. അപ്പോൾ ഭരതനില്ലാതെ, ശത്രുഘ്നനില്ലാതെ എനിക്ക് എന്തിനാ പട്ടാഭിഷേകം എന്ന് രാമൻ. ഉടനെ ദശരഥ മഹാരാജ പറഞ്ഞു, അങ്ങനെയല്ല രാമ, കുറച്ച് അശുഭ സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം രാജാവിന് മരണം എന്നാണ്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ 4 പേരും കൂടെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് കോർട്ടിലും കേസിലൊക്കെ പോകുന്നതിന് പകരം ഞാൻ തന്നെ അതിൻ്റെ ഉള്ള ഭാഗം വീതിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞ് ദശരഥൻ നിശ്ചയിച്ചു. രാമൻ രംഗനാഥൻ്റെ ക്ഷേത്രത്തിൽ അന്ന് രാത്രി പോയിരിക്കുകയാണ്. രംഗനാഥൻ്റെ ക്ഷേത്രം ശ്രീരംഗത്തല്ല അപ്പോഴുള്ളത്, രംഗനാഥൻ അയോധ്യയിലുണ്ടായിരുന്ന രംഗനാഥൻ്റെ ക്ഷേത്രം. ആ രംഗനാഥൻ്റെ ക്ഷേത്രത്തിൽ രാമൻ നിവസിച്ച് രാത്രി മൊത്തം വ്രതമിരുന്ന്, ആ രാത്രി വ്രതമിരിക്കുന്ന സമയം മന്ഥര ആകാശത്തിൽ പോയി, ആ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കുകയാണ്. ദേവന്മാരൊക്കെ കൂടി ചേർന്ന് സരസ്വതി ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു. ഇത് തുളസീദാസ് രാമായണത്തിലെ ഒരു വിശേഷാംശം. സരസ്വതി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സരസ്വതി എങ്ങനെയെങ്കിലും മന്ഥരയുടെ വാക്കിൽ പോയിരുന്ന് ദേവന്മാർക്ക് അനുകൂലമായ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞു. ദേവന്മാർക്ക് അനുകൂലമായ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ രാമനെ വനത്തിലോട്ട് അയക്കുക എന്നല്ല അർത്ഥം. ദേവന്മാർക്ക് അനുകൂലമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രാവണ വധത്തിന് എന്ത് ചെയ്യാൻ ഒക്കുമോ അതങ്ങ് ചെയ്തു തരിക. അപ്പോൾ തന്നെ ഭഗവാനും വിചാരിച്ചു, ഞാനിപ്പോൾ പട്ടാഭിഷേകം കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ പട്ടാഭിഷേകം ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും കൂടെ ഇരുന്ന് എനിക്ക് ജയ് ജയ്ക്കാർ പറയണം. എന്ന് പറയണം? ജയ് ജയ്ക്കാർ പറയണം. എന്താ ജയ് ജയ്ക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീ സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ്, അത് പറയാം. അപ്പോൾ അതിനൊരു 2 പേരെങ്കിലും എനിക്ക് വേണം, കുറഞ്ഞത് പക്ഷം. അതിവിടെ ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് ഒന്ന് ആൾക്കാരെയൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം എന്ന് രാമനും സങ്കല്പിച്ചു. അതേസമയം സരസ്വതി ദേവി മന്ഥരയുടെ നാക്കിൽ പോയിരുന്നു. ചരിത്രം എല്ലാവർക്കും അറിയാം. മന്ഥര കൈകേയിയുടെ അടുത്ത് വന്നു, ബ്രെയിൻ വാഷ് ചെയ്തു കൈകേയിനെ. കൈകേയി ദശരഥൻ്റെ അടുത്ത് വരം ചോദിച്ചു. ആ വരം ചോദിച്ച കൈകേയി ദശരഥൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതന് ആദ്യത്തെ വരം ഭരതന് പട്ടാഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞു. ദശരഥൻ പ്രസന്നമായി. അടുത്തത് പറഞ്ഞു, രാമനെ 14 വർഷം വനത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. ദശരഥൻ വീണു. അവിടെ മരിച്ചില്ല. വീണു എന്ന് പറഞ്ഞാൽ മരിക്കുന്നതല്ല അർത്ഥം. വീണു എന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലാതെ പോയി. ശ്രീമദ് രാമായണത്തിൽ നോക്കിക്കോളൂ, പ്രധാനമായ 5 ഭാവം, ഭക്തിയുടെ 5 ഭാവം പ്ലസ് എക്സ്ട്രാ ഒരു ഭാവം രാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിൽ തന്നെ കാണാൻ കിട്ടും. അയോധ്യാകാണ്ഡത്തിൽ തന്നെ ഞാൻ പറയാണ്, കിഷ്കിന്ധാകാണ്ഡം വരയ്ക്കൊന്നും പോകണ്ട, അയോധ്യാകാണ്ഡത്തിൽ തന്നെ കാണാൻ പറ്റും. എന്താ? 5 ഭാവം, 5 തരമായിട്ട് ഭാവത്തിനെ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് വാത്സല്യഭാവം. മനസ്സിലാവും നിങ്ങൾക്കൊക്കെ. ഭഗവാനെ തന്നെ തൻ്റെ സ്വന്തം കുട്ടിയായിട്ട് നോക്കുക, അത് വാത്സല്യഭാവം. രണ്ടാമത്തത് ശാന്തഭാവം. ശാന്തഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അന്തര്യാമിയായിട്ട് കാണുക, ആത്മസ്വരൂപമായിട്ട് കാണുക, ശാന്തഭാവം. മറ്റേത് കാന്തഭാവം, നായിക ഭാവം. മൂന്നാമത്തേത്. നാലാമത്തേത് സഖ്യഭാവം. അഞ്ചാമത്തേത് ദാസ്യഭാവം. ഇത് 5ഉം അയോധ്യാകാണ്ഡത്തിൽ തന്നെ കാണാം.
കൗസല്യ വാത്സല്യഭാവം, ദശരഥ മഹാരാജ ശാന്തഭാവം. എന്താ? ആത്മസ്വരൂപമായി കാണുകയാണ്. എപ്പോൾ ദശരഥൻ അങ്ങോട്ട് പോകുന്നുവോ, എപ്പോൾ രാമൻ അങ്ങോട്ട് പോകുന്നുവോ അപ്പോൾ ദശരഥൻ വീണു എന്നുള്ളത്. അടുത്തത് സഖ്യഭാവം കാണിക്കുന്നത് ഗുഹൻ, ദാസഭാവം കാണിക്കുന്നത് ലക്ഷ്മണൻ. നാലായി കാന്താഭാവം, അതായത് നായിക ഭാവത്തിലുള്ള ഭക്തി ചെയ്യുന്നത് സീതാദേവി. സീതാദേവിക്ക് രാമൻ്റെ അടുക്കൽ കാന്തഭാവം. ആറാമത്തെ ഒരു ഭാവമുണ്ട്, ഗുരു ശിഷ്യഭാവം. ഇത് കാണിക്കുന്നത് ഭരതൻ. വാൽമീകി ഭഗവാൻ പറയുന്നു, തുളസീദാസ് പറയുന്നു, ഭരതൻ രാമനെ ചേഷ്ടനായിട്ട് കണ്ടില്ല, ദൈവമായിട്ട് കണ്ടില്ല, സ്വാമിയായിട്ട് കണ്ടില്ല, പ്രഭുവായിട്ട് കണ്ടില്ല, അയോധ്യയുടെ രാജാവായിട്ട് കണ്ടില്ല. ഇതിനൊക്കെ മുകളിലൊരു സ്ഥാനം, ഗുരു എന്ന് പറയുന്ന സ്ഥാനം, ആ ഗുരുവായിട്ട് കണ്ടു ഭരതൻ. ഇങ്ങനെ ദശരഥൻ അവിടെ വീണ് കിടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെയായി, രാമൻ വരുന്നു. രാമനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് സുമന്ത്രൻ്റെ അടുത്ത് പറഞ്ഞു. രാമൻ വന്നു. അന്തഃപുരത്തിൻ്റെ വാതിൽക്കല്ല് സുമന്ത്രൻ നിന്നിട്ട് കതവ് തട്ടി, രാമൻ വന്നിട്ടുണ്ട് എന്ന് കൈകേയിയുടെ അടുത്ത് പറഞ്ഞു. കൈകേയി രാമനെ മാത്രം അകത്ത് കയറ്റി, സുമന്ത്രനെ അവിടെ തന്നെ നിർത്തി. രാമനെ മാത്രം എന്ന് പറയുമ്പോൾ കൂടെ ലക്ഷ്മണനും ഉണ്ട് എന്ന് വിചാരിക്കേണ്ടതാണ്. കാരണം ലക്ഷ്മണൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് പോലും രാമൻ ഇരിക്കാറില്ല. അങ്ങനെ രാമനും ലക്ഷ്മണനുമായിട്ട് അകത്ത് കയറി. അകത്ത് കയറിയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ അവശനായി കിടക്കുന്നത് കണ്ട രാമൻ ചോദിച്ചു, എന്താ അച്ഛൻ, എന്തെങ്കിലും ശരീരത്തിൽ വ്യഥയുണ്ടോ? ഉടനെ കൈകേയി പറഞ്ഞു രാമൻ്റെ അടുത്ത്, ദിനെ കഹങ്കി മോഹി ദുയി വരദാന മാഗെ ഉജോ കച്ചു മോഹി സുഹാന സോ സുനി ഭയവു ഭൂപ ഉർ സോചു ഛാടി ന സകഹി തുമ്ഹാർ സങ്കോചു. ദശരഥ മഹാരാജാവ് നിന്റെ അടുത്ത് സംസാരിക്കാൻ സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞു. രാമ, 2 വരം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അത് നിന്റെ അടുത്ത് പറയാൻ സങ്കോചം എന്ന് പറഞ്ഞു. ആർക്കാ സങ്കോചം? ദശരഥ മഹാരാജാവിന് രാമൻ്റെ അടുത്ത് ഈ വരദാനം ചോദിക്കാൻ സങ്കോചം. സങ്കോചം എന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജ. സങ്കോചം എന്ന് പറഞ്ഞാൽ ലജ്ജ. രാമൻ അത് കേട്ട് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയരുത്, എൻ്റെ അടുത്ത് ഇത് ചെയ്യുമെന്ന് പറയൂ, ഞാനത് ആജ്ഞാപിക്കുമോ, ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞു. ഉടനെ കൈകേയി പറഞ്ഞു, ഭരതനെ പട്ടാഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വനത്തിലോട്ട് പ്രസ്താവിക്കാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, ഭരതു പ്രാണപ്രിയ പാവഹിം രാജു വിധി സബ് വിധി മോഹി സന്മുഖ ആജു ജൗന ജാവുൻ ബന ഐസേ കാജ പ്രഥമ ജനിവ മോഹി മൂഡ് സമാജ. ഭരതൻ പ്രാണപ്രിയൻ, അവൻ രാജാവാകുന്നത് എനിക്ക് അത്യന്തം ഇഷ്ടം. അവനെ തന്നെ പട്ടാഭിഷേകം ചെയ്യുക. ഞാൻ ഇപ്പോൾ തന്നെ വനത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ലക്ഷ്മൺ കൗസല്യയുടെ അടുത്ത് വന്നു. യാത്ര പറഞ്ഞു. കൗസല്യ ആദ്യം കരഞ്ഞു, പിന്നെ യാത്ര അയച്ചു. സന്തോഷത്തോടെ 2ാമത് യാത്ര അയച്ചു. കാരണം കരഞ്ഞുകൊണ്ട് പുത്രനെ പുറത്ത് യാത്ര അയക്കാൻ പാടില്ല. അതുകൊണ്ട് കൗസല്യ അത്യന്തം സന്തോഷത്തോടെ തന്നെ യാത്ര അയച്ചു. സീതയുടെ അടുക്കൽ വന്നു. സീതയുടെ അടുത്ത് വന്ന് രാമൻ പറഞ്ഞു, ഞാൻ വനത്തിൽ പോവുകയാണ്, നീ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. സീത കരഞ്ഞു പിരിഞ്ഞ് രാമനെ കുറച്ച് ശകാരിച്ച് സീത വഴക്കൊക്കെ പറഞ്ഞു. രാമനെ വഴക്കൊക്കെ പറഞ്ഞ് ഞാനും വരുമെന്ന് പറഞ്ഞ് സീതയെ നിർബന്ധമായിട്ട് വനത്തിലോട്ട് പ്രവേശിക്കുന്നു. കൂടെ ലക്ഷ്മണനും വരുന്നു. 3 പേരും കൂടെ രാജ്യത്തിൽ നിന്നും പുറപ്പെട്ട് സുമന്ത്രൻ രഥം ഒട്ടിച്ചുകൊണ്ട് അയോധ്യ ജനങ്ങൾ മൊത്തം രാമൻ്റെ കൂടെ കരഞ്ഞുകൊണ്ട് വരെ സരയൂ നദിയുടെ തീരത്തിൽ അന്ന് ദിവസം സ്റ്റേ ചെയ്തു. തമസാ നദിയുടെ തീരത്തിൽ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. രാത്രി ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കെ പ്രഭുവിടെ മായ ആ ജനങ്ങളെയൊക്കെ ഉറക്കിയിട്ട് ഇവർ 4 പേര് മാത്രം എസ്കേപ്പായി. ആരൊക്കെ? ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, സുമന്ത്രൻ, 4 പേര് എസ്കേപ്പായി. അവിടെ നേരെ ഗംഗയുടെ കരയിൽ
ശൃംഗബേർപുരം എന്ന സ്ഥലത്തിൽ എത്തി നിൽക്കുന്നു രാമൻ. അവിടെ അത്യന്തം രാമന് പരമപ്രിയനായ ഗുഹൻ വസിക്കുന്നു. ആ ഗുഹനെ രാമൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കെ ഗോസ്വാമി പറയുന്നു, രാമ ബ്രഹ്മ പരമാർത്ഥ രൂപ അഭിഗത അലഖ അനാതി അനൂപ സകല വികാര രഹിത ഗദഭേദ കഹി നിതനേതി നിരൂപഹി ഭേദ. രാമൻ പരവസ്തു. രാമൻ അവിഗതൻ. അവന് ജന്മമോ ഇത്യാദി വികാരമാകുന്ന ഒരു അവസ്ഥയും ഇല്ല. എന്നാലും ആ രാമൻ ഭക്തന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഭക്തൻ ആരാ? സഖ്യഭാവത്തിലുള്ള ഗുഹന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. സഖാ സമുചി അസ് പരിഹരി മോഹു ശ്രീയ രഘുഭീർ ചരണ രത് ഹോഹു कहत राम गुण भाविनुसारा जागे जग मंगल सुख धारा सकल शौच करि राम नहावा सुजि सुजान बड चीर मगावा अनुज सहित सिर जड़ा बनाये देखी सम सुमंत्र नयन जल छाये. അനുജ സഹേതനായിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി ഗുഹന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ഗുഹൻ വരുന്നു. ആ ഗുഹനെ ആലിംഗനം ചെയ്യുന്നു. ആലിംഗനം ചെയ്തിട്ട് നേരെ ഗുഹൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗുഹൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് ആലവൃക്ഷത്തിൻ്റെ മൊട്ട്, ആ മൊട്ട എടുത്ത് അതിൽ നിന്നും പാല് കൊണ്ടുവരാൻ പറഞ്ഞ് ആ പാല് കൊണ്ട് തലേനെ ചുറ്റി ജടയാക്കി പ്രഭു ഗംഗ, ഇപ്പം ഗംഗാ തീരമല്ലേ, ഗംഗയ്ക്ക് അക്കരെ പോകണം. അവിടെ പ്രയാഗ് ക്ഷേത്രം, ഗംഗയ്ക്ക് അക്കരെ പ്രയാഗ് ക്ഷേത്രം. അപ്പോൾ ഇപ്പോൾ ഗംഗ കഴിഞ്ഞാൽ അതുവഴി യമുന വരുന്നു, നടുക്കൊരു പ്ലേസ് ഉണ്ടല്ലോ, അതാണ് പ്രയാഗ്. അപ്പോൾ ഇപ്പോൾ ആദ്യം രാമൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗംഗ കടക്കണം. ഗംഗ കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഓടം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓടം, കാരണം ഗുഹൻ കമ്പരാമായണത്തിൽ പറയുന്നു, ഈ ഗുഹൻ അളവില്ലാത്ത ഓടങ്ങൾക്ക് അധിപനാണ്. അപ്പോൾ ആ ഗുഹൻ്റെ അടുക്കൽ ഓടം കൊണ്ടുവരാൻ പറഞ്ഞു. ഗുഹൻ തന്നെ ധാരാളം സ്റ്റാഫ്സ് ഉണ്ട്, ഗുഹൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ. അതിലെടുത്ത് ആ ഓടം ഓട്ടിക്കുന്ന നമ്മളെന്താ തോണിക്കാരൻ, അത് തോണിക്കാരന് ഹിന്ദിയിൽ പറയുന്നത് കേവട്ട് എന്ന് പറയും. തോണിക്കാരന് ഹിന്ദിയിൽ കേവട്ട് എന്ന് പറയും. കേവട്ട് എന്ന് പറഞ്ഞാൽ തോണിക്കാരൻ, തുഴയുന്ന. ആ തോണിക്കാരൻ ഓടം കൊണ്ടുവന്നു. രാമൻ കയറാനായിട്ട് പോയി, ഓടത്തിൽ കയറാനായിട്ട് പോയി. തോണിക്കാരൻ പറഞ്ഞു വേണ്ടാന്ന്. मागी नाव न केवटु आना कहि तुम्हार मरम में जाना चरण कमल रज कहु सब कही मानुष करनि मूरी कछु आई छुअत सिला बई नारी सुहाई पहनते न काट कठिनाई तरनी मुनि धरनी होई जाई बाट पर ही मुरी नाव उठाई ये ही प्रतिपालव सब परिवारू नहीं जानव कुछ और कबारू मागी माग्नाव न केवटु आना. കേവട്ട് പറഞ്ഞു, രാമനെ എൻ്റെ ഓടത്തിൽ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ലക്ഷ്മണന് കണ്ണ് ചുവക്കാൻ തുടങ്ങി, ചുണ്ട് തുടിക്കുന്നു, പല്ല് കടിക്കുന്നു. ലക്ഷ്മണൻ കോപത്തിൽ. കേവട്ട് ഈ ഓടക്കാരൻ നിർത്തിയില്ല, പിന്നെയും പറയാണ്, കഹി തുമ്ഹാർ മർമ്മ മെയിൻ ജാന, നിന്റെ മർമ്മം എന്താണെന്ന് എനിക്കറിയാം. മർമ്മം എന്ന് പറഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള രഹസ്യം എനിക്കറിയാം. രണ്ടർത്ഥമുണ്ട് ഇതിന്. രാമൻ ഇപ്പം എന്തിനാ വഞ്ചി ചോദിക്കുന്നത്?
ഗംഗയെ കടക്കാൻ. രാമൻ്റെ കാലിൻ്റെ അടിയിൽ രജസുണ്ട്. എന്തുണ്ട്? രജസുണ്ട്. ആ രജസ് പട്ട് ഒരു ശില സ്ത്രീയായി മാറി. കേവട്ട് പറഞ്ഞു, എനിക്കുള്ളത് ഒരു തോണി. ആ ഒരു തോണി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ 4 മക്കളെയും 2 ഭാര്യയെയും പരിപാലിക്കുന്നത്. അപ്പോൾ ഈ രജസ് പട്ട് ഓടം സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ 3ാമതൊരു ഭാര്യയും കൂടെ ഞാൻ പോറ്റേണ്ടി വരും. അത് മാത്രമല്ല, ഇത് മാത്രമേ എൻ്റെ വരുമാന മാർഗമായിട്ടുള്ളൂ, വേറെ മാർഗമില്ല എനിക്ക്. അതുകൊണ്ട് രാമൻ ഇതിലേക്ക് കയറണ്ട. ഇത് ഒരർത്ഥം. 2ാമത് മർമ്മം എന്ന് പറഞ്ഞു. രാമൻ ഇപ്പം എന്തിനാ ഓടം ചോദിക്കുന്നത്? ഗംഗയെ കടക്കാൻ പറഞ്ഞു. ത്രിവിക്രമാവതാരത്തിൽ ഒരു പാദം ഭൂലോകത്ത്, ഒരു പാദം ബ്രഹ്മലോകത്തിൽ വെച്ച നിന്റെ മർമ്മം എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ഈ ഗംഗയെ താണ്ടി കടക്കാൻ വേണ്ടിയിട്ട് ഓടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാല് വെച്ച് തന്നെ സുഖമായിട്ട് അങ്ങ് താണ്ടി പോകാൻ പറ്റും. കഹി തുമ്ഹാരി മർമ്മമേ ജാന, നിന്റെ മർമ്മം എനിക്കറിയാം. രാമൻ മിണ്ടാണ്ടിരുന്നു. കേവട്ട് പറഞ്ഞു, ഏറാനൊക്കത്തില്ല, രജുണ്ട്, ചരണ കമ്മല രജ് കൗസബുക്കായി. ഞാൻ ശുദ്ധമായിട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ തോളം, എൻ്റെ വഞ്ചി. അതിൽ നിന്റെ ചരണധൂളിപ്പെട്ട് അത് അശുദ്ധമാവാൻ പാടില്ല. ലക്ഷ്മണന് ഭയങ്കരമായിട്ട് കോപം വരുന്നു ഇത് കേൾക്കുമ്പോൾ. ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഏതൊരു ചരണകമലത്തിൻ്റെ രജസിന്, അതായത് മണ്ണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവോ, ആ മണ്ണ് നിന്റെ ഓടത്തിൽ വന്നാൽ പവിത്രമാകും. പവിത്രമല്ല, ശുദ്ധമാകും. പരമലക്ഷ്യത്തിലുള്ള പ്രാപ്തി കിട്ടും. എന്നിട്ടും ആ രജസിനെ നീ വേണ്ടാന്ന് പറഞ്ഞ് നിരായിക്കുന്നല്ലോ, ദുർബുദ്ധിയുള്ളവനെ, മൂഢ എന്നൊക്കെ ലക്ഷ്മണസ്വാമി ദേഷ്യപ്പെടാൻ തുടങ്ങി. കേവട്ട് ഒന്നും മിണ്ടിയില്ല. കേവട്ട് പറഞ്ഞു, മാനുഷകരണി മൂറി കച്ചു ഐഹി. എൻ്റെ ഓടത്തിനകത്ത് കയറണമെങ്കിൽ കാല് കഴുകിയിട്ട് കയറണം. രാമൻ നോക്കി, കാല് കഴുകണം എന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ പോയി കഴുകിയിട്ട് വരാം. വേണ്ട, ഞാൻ കഴുകിത്തരാം. ഗംഗാജലം കൊണ്ടുവന്നു. ആദ്യം രാമൻ്റെ ചരണം കഴുകാൻ വേണ്ടി തുടങ്ങി. ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് കാല് കഴുകിക്കൊണ്ട് തന്നെ ഈ വെള്ളമെടുത്ത് അങ്ങോട്ട് മാറ്റാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഒരു പാത്രം താഴെ വയ്ക്കാമെന്ന് ചോദിച്ചു. ഈ കേവട്ടിൻ്റെ ഉദ്ദേശം രാമന് നന്നായിട്ട് മനസ്സിലായി. ഒരു പാത്രം താഴെ വെച്ച് ആ പാത്രത്തിനകത്ത് രാമൻ്റെ കാലിറക്കി വെച്ചിട്ട് ഇപ്പോൾ കഴുകാമെന്ന് പറഞ്ഞു. വലത് കാൽ രാമൻ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചു. കാല് കഴുകിയത് കഴിഞ്ഞു. രാമൻ കാലെടുത്ത് പുറത്ത് വെച്ചു. അടുത്ത് ഇടത് കാലെടുത്ത് അകത്ത് വെച്ചു. പിന്നെയും രാമൻ കഴുകി. പിന്നെ ഇടത് കാലെടുത്ത് പുറത്ത് വെച്ചു. ഇനി കയറട്ടെ എന്ന് ചോദിച്ചു. ഇനി കയറാൻ പറ്റില്ല എന്ന്. ഇനിയും കയറാൻ ഒക്കത്തില്ല. എന്താ? പിന്നെയും മണ്ണായില്ലേ? കാലെടുത്ത് തറയിൽ വെച്ചപ്പോൾ പിന്നെയും മണ്ണായില്ലേ? അപ്പോൾ ഒന്നുകൂടെ കഴുകാമെന്ന് പറഞ്ഞു കേവട്ട്. കഴുകുമ്പോൾ പത്നിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. പത്നി ജലം ഒഴിച്ചൊഴിച്ചു കൊടുക്കുക. കേവട്ട് രാമൻ്റെ പാദത്തിനെ തടവി 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 കഴുകാണ്. ഇതാണ് ലക്ഷ്യം. ഇതിനാണ് കയറണ്ടെന്ന് പറഞ്ഞേ. വീരഭക്തി ഇത്. തടവി തടവി കൊടുത്ത് കഴുകാണ്. പിന്നെ രാമൻ അതേപോലെ പുറത്തെടുത്ത് വെച്ചു. പറഞ്ഞു,
രണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കേവട്ട് പറയാണ്, രാമൻ്റെ അടുത്ത് തന്നെ ശാസ്ത്രം പറയാണ്, രണ്ടായിട്ട്, അതായത് രാമൻ്റെ അടുത്ത് കേവട്ട് ശാസ്ത്രം പറയുന്നു, രണ്ടായിട്ട് ചെയ്യാൻ പാടില്ല, ഒന്നുകൂടെ ചരണം വയ്ക്കാം. മൂന്നാമത്തെ പ്രാവശ്യം കഴുകി. രാമൻ പിന്നെയും കാലെടുത്ത് തറയിൽ വെച്ചു. കേവട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേന്ന് ചോദിച്ചു. പിന്നെയും മണ്ണാക്കുകയാണല്ലോ, ഇപ്പൊ കയറാൻ ഒക്കത്തില്ല, ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ കഴുകാമെന്ന് പറഞ്ഞു. അപ്പൊ രാമൻ ചോദിച്ചു, കാല് വെക്കാൻ പിന്നെ എവിടെയാ വെക്കുക? കേവട്ട് പറഞ്ഞു, പ്രഭോ, അതിലല്ലേ ഈ അടിയന്റെ ശിരസുള്ളത്. വലത് കാല് കഴുകിയിട്ട് നാലാമത്തെ പ്രാവശ്യം വലത് കാല് കഴുകി കൊടുത്തു. രാമനെ കാലെടുത്ത് തറയിൽ വയ്ക്കാൻ അനുവദിച്ചില്ല. രാമനെ കാലെടുത്ത് ശിരസിൽ വയ്ക്കാൻ പറഞ്ഞു. അടുത്ത ഇടത് കാല് കഴുകി. പിന്നെ രാമന്റെ ശിരസിൽ കാലെടുത്ത് ചരണമെടുത്ത് ശിരസിൽ ധരിച്ചു. കേവട്ട് പറഞ്ഞു, തുളസീദാസ് പറയാണ്, പദകമൽ ദോയി ചട്ടായി നാവ് നാത്ത് ഉത്തരായി ചൗഹ് मोहि राम राउरी आन दशरथ सपत सब साची कहूँ बरु तीर मारहु लखनु पे जब लागी न पाय पकारी है तब लगी न तुलसी दास नाथ कृपाल पारु उतार है, कृपाल पारु उतार है. കേവട്ട് രാമന്റെ ശിരസെടുത്ത് തലയിൽ വെച്ചിട്ട് ഇപ്പൊ രാമൻ ചോദിച്ചു, ഇനി കയറട്ടെ എന്ന് ചോദിച്ചു. ഇനി കയറാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? രാമൻ ഷർട്ട് ഇട്ടിട്ടില്ല. ഷർട്ട് ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ രാമൻ ഒന്നും മറച്ചു വെക്കത്തില്ല. ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഷർട്ടിൽ പോക്കറ്റ് ഇല്ല. അപ്പൊ പോക്കറ്റേ ഇല്ല. പോക്കറ്റേ ഇല്ലെങ്കിൽ പൈസയില്ല. അപ്പൊ രാമന് ചിലവരൊക്കെ ഷർട്ട് ഇട്ടില്ലെങ്കിലും ഇപ്പൊ മുണ്ടിന്റെ ഇടലിങ്ങനെയൊക്കെ മറച്ചു വെക്കും പൈസ. അതുപോലെ ഒന്നും രാമന് മറച്ചു വെക്കാൻ ഒക്കത്തില്ല. അനുഗ്രഹം ചെയ്യാനും മറച്ചു വെക്കാൻ ഒക്കത്തില്ല. കൃപ മറച്ചേ വെക്കാൻ ഒക്കത്തില്ല രാമന്റെ കൃപ. അങ്ങനെ പൈസ ഇല്ലാന്ന് മനസ്സിലായി. പറഞ്ഞു, ദശരഥന്റെ പ്രതിജ്ഞ എനിക്കറിയാം, നിന്നെ ഒന്നുമില്ലാതെ കാട്ടിലോട്ട് അയച്ചിരിക്കുകയാണ്, കയറാൻ ഒക്കത്തില്ല. രാമൻ ചോദിച്ചു, പിന്നെ എങ്ങനെ ഗംഗ അപ്പുറത്ത് കടക്കും? ഗംഗ എങ്ങനെയാ നീന്തി അങ്ങോട്ട് പോകാനൊക്കത്തില്ലല്ലോ. അപ്പൊ കേവട്ട് പറഞ്ഞു, ആദ്യം നീ എന്നെ തരണം ചെയ്യ്, എന്നിട്ട് ഞാൻ നിന്നെ തരണം ചെയ്യാം. എന്നെ നീ ആദ്യം തരണം ചെയ്യിക്കുക. എന്നെ നീ ആദ്യം സംസാരം എന്ന് പറയുന്ന സാഗരത്തിൽ നിന്നും കരയേറ്റുക, എന്നിട്ട് ഞാൻ നിന്നെ ഗംഗയുടെ കരയേറ്റാം. കേവട്ട് സുനിക്കേ വട്ടുക്കേ ബൈൻ പ്രേം സപേട്ട് അട്ടപ്പട്ടേ. അത്യന്തം പ്രേമമായിട്ടുള്ള ഈ വാക്ക് കേട്ടിട്ട് സീത ചിരിക്കുന്നു. സീത ചിരിക്കുന്നത് കണ്ട് ലക്ഷ്മണൻ ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും ചിരിക്കുന്നത് കണ്ട് രാമചന്ദ്രമൂർത്തി ചിരിക്കുന്നു. രാമൻ പറഞ്ഞു, ശ്രീരാമനടുത്ത് പറഞ്ഞു, പ്രഭോ, എനിക്ക് 4 പ്രാവശ്യം ശരണത്തിനെ സ്പർശിക്കാനും കഴുകാനുള്ള ഭാഗ്യം കിട്ടി. ഒരേ ഒരു പ്രാവശ്യം കൂടെ ഈ ജലം എന്ത് ചെയ്തു കേവട്ടെന്ന് ചോദിച്ചു. കുടിച്ചു. രാമന്റെ ചരണത്തിനെ ശുദ്ധം ചെയ്ത ജലം കേവട് പാനം ചെയ്തു. എന്നിട്ട് രാമൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാം തീർത്തു, പാനം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് മുക്തി കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടി. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ ഭാര്യ ഇരിക്കുന്നു, ഞാൻ അവളെ മറന്നേ പോയി. എന്താ? രാമനെ കണ്ടപ്പോൾ ഭാര്യയും മക്കളുടെയൊക്കെ കാര്യം മറന്നു. രാമന്റെ കാര്യം എന്ന് വരുമ്പോൾ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ മറന്നു. പെട്ടെന്ന് ഇങ്ങനെയോ ഓർമ്മ വന്നു. രാമന്റെ അടുക്കൽ പറഞ്ഞു, ഒരേ ഒരു പ്രാവശ്യം കൂടി ഞാൻ കഴുകിയെടുക്കാം. രാമൻ പറഞ്ഞു, എന്തിനാണ്? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ശരി, കഴുകി. ആ ജലം ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ അത് പാനം ചെയ്തു. രാമന്റെ ചരണാമൃതം ഇത്.
ഒരു സാധാരണ മനുഷ്യൻ്റെ ചരണാമൃതം പോലെയല്ല ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ചരണാമൃതം. എല്ലാവരും പോയി പുണ്യം കിട്ടും, പുണ്യം കിട്ടും, പുണ്യം കിട്ടും, പാപം പോകും, പാപം പോകും എന്ന് പറഞ്ഞ് പോയി സ്നാനം ചെയ്യുന്ന പരമപാവനിയായ ഗംഗ രാമൻ്റെ ചരണകമലത്തിൽ വന്നവളല്ല. രാമൻ്റെ ചരണത്തിലെ നഖത്തിലെ അഗ്രത്തിൽ നിന്ന് വന്നവളാണ്. ആ ഇടതുകാലിലെ നഖത്തിലെ അഗ്രത്തിൽ നിന്ന് വന്ന ഗംഗയ്ക്ക് ഇത്ര പരിശുദ്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ പാദം മൊത്തം കവർ ചെയ്ത് ഈ കേവട്ട് ഒഴിച്ച ജലത്തിന് എത്ര പരിശുദ്ധത ഉണ്ടാവും. ഭാര്യ ആ ജലം കുടിച്ചു. കേവട്ട് ചോദിച്ചു, ഒരു പ്രാവശ്യം കൂടി കഴുകട്ടെ? എന്താ, 2 ഭാര്യയുണ്ട്, ഒരു ഭാര്യയെ ഇവിടെ വന്നുള്ളൂ, ഒരു ഭാര്യയ്ക്കും കൂടെ. ശരി, കഴുകും. 2ാമത്തെ ഭാര്യയും കുടിച്ചു. പിന്നെ കേവട്ട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ പ്രഭു, ലാസ്റ്റ് പ്ലീസ്. ആഗ്രഹം, ആ ചരണത്തിനെ വിടാൻ പറ്റാത്ത ആഗ്രഹം. ഒരിക്കൽ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സർഫസിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ തടവിക്കൊണ്ടേയിരിക്കും, അവിടെ തന്നെ തടവിക്കൊണ്ടേയിരിക്കും, ഏതെങ്കിലും സ്മൂത്തായിട്ടുള്ള സർഫസിൽ. അതുപോലെ ലോകത്തിൽ തന്നെ ഏറ്റവും കോമളമായ മൃദുളമായ ചരണം രാമൻ്റെത്. മാത്രമല്ല ബ്രഹ്മസംസ്പർശം. ഈ ബ്രഹ്മസംസ്പർശം എന്ന് പറയുന്നത് അത്യന്തം സുഖമാകുന്നതാണ്. ആ ബ്രഹ്മസംസ്പർശത്തിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കെ കേവട്ട് അത് മതിയാവുന്നില്ല, തൊട്ട് മതിയാവുന്നില്ല. കേവട്ട് പറഞ്ഞു, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലീസ്. ശരി, എന്തിനായത്? പ്രഭോ, കുട്ടികൾ കഴിഞ്ഞിട്ട്. ശരി, എടുത്തു. അപ്പൊ നിർത്തി. എവിടുന്നാ ശബ്ദം വരുന്നത്? ഇതാണോ? കേൾക്കുന്നുണ്ടല്ലോ. ആ, പ്രഭോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതാർക്കൊന്നും ചോദിച്ചു? എൻ്റെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കൂടി. അതായത് തമിഴിലൊരു വാചകമുണ്ട്, യാൻ പെറ്റ സെൽവം പെരുക ഈ വയ്യകം. ഞാൻ എന്ത് ആനന്ദമാണോ അനുഭവിക്കുന്നത് അത് ഈ വയ്യകം എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം ആ ആനന്ദം അനുഭവിക്കണം എന്ന് ആ ഒരു ലക്ഷ്യത്തോടെ കേവട്ട് ഇപ്പം പറഞ്ഞു, ഞാൻ മാത്രം കരയേറിയാൽ പോരല്ലോ പ്രഭു, എൻ്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളും കരയേറണം. ഒരു ഭക്തൻ മതി നാട് മൊത്തം നന്നാവാൻ. അല്ലെ, ചോദിക്കോളൂ, ഒരു ഭക്തൻ മതി. ഭക്തി ഒരുത്തന് വന്നാൽ മതി. ഒരു റൂമിൽ മണം വരണം എന്നുണ്ടെങ്കിൽ മൊത്തം അഗർബത്തി കത്തിച്ച് വെക്കണ്ട, റൂമിൽ ഏതെങ്കിലും ഒരിടത്ത് അഗർബത്തി കത്തിച്ച് വെച്ചാൽ മതി. അതുപോലെ ഒരു ഭക്തൻ മതി ആ നാട് മൊത്തം നന്നാവാൻ. അങ്ങനെ പരമഭക്തനായ കേവട്ട് രാമൻ്റെ അടുത്ത് ചോദിച്ചു. രാമനും പറഞ്ഞു, ശരി, എടുത്തോളാൻ പറഞ്ഞു. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് മൊത്തം കൊണ്ടു കൊടുത്തു ജലം, രാമപാദാമൃതം. പിന്നെയും കേവട്ട് വന്നിട്ട് രാമൻ്റെ അടുത്ത് പറഞ്ഞു, പ്രഭു, ഒരു വാട്ടി കൂടി, ഒരു പ്രാവശ്യം കൂടി. രാമൻ ചോദിച്ചു, എല്ലാവരും ആയില്ലേ, ഇപ്പം ഇനി എന്താ? ഇല്ല പ്രഭു, നീ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പേര് പോയി കഴിഞ്ഞല്ലോ, അവർക്കൊക്കെ കൂടിയിട്ടെന്ന്. അവർക്കൊക്കെ കൂടി. ആരാ? പിതൃക്കൾക്ക്, അവർക്കും കൂടി വേണ്ടിയിട്ട്, പാവനമാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി. ഇങ്ങനെ ചോദിച്ച് എത്ര പ്രാവശ്യം എന്നറിയില്ല. രാമൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് യാചിക്കുകയാണ്. ഇനി ചോദിച്ചു രാമൻ, ഇനിയെങ്കിലും ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഇത്ര നേരം കയറാൻ വേണ്ടിയിട്ടല്ല കാല് കഴുകിയത്, കയറാൻ ഒക്കത്തില്ല ഇപ്പോഴും എന്ന് പറഞ്ഞു. കയറണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തന്നാലേ കയറാൻ പറ്റത്തുള്ളൂ, പൈസ വേണം. അതിസന്തോഷമായിട്ട് രാമൻ എന്ത് ചെയ്തു? സീതയെ നോക്കിയപ്പോഴത്തേക്കും ആ നോട്ടം കൊണ്ട് തന്നെ സീത മനസ്സിലാക്കി. സീത കയ്യിൽ നിന്നുള്ള മോതിരത്തിനെ ഊരി രാമൻ്റെ കയ്യിൽ കൊടുത്തു. രാമൻ അതിന് കേവട്ടിൻ്റെ അടുത്ത് കൊടുക്കാൻ പോയി. കേവട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പം ഏറിക്കോളൂ, പക്ഷെ ഏറാൻ പറ്റില്ല. കയറിക്കോളൂ, പക്ഷെ കയറാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് കയറാൻ പറ്റില്ല, പക്ഷെ ഞാൻ കയറ്റാം എന്ന് പറഞ്ഞ് രാമൻ്റെ ചരണത്തിനെ താൻ ധരിച്ചുകൊണ്ട് രാമനെ ആ കേവട്ട് തന്നെ വഞ്ചിക്കകത്ത് കൊണ്ട് ഇരുത്തി. കേവട്ട് ആരാ?
ഭഗവാനെ ധരിക്കണം എന്നുണ്ടെങ്കിൽ മുമ്പ് തന്നെ ഭഗവാനെ ധരിച്ചിരിക്കണം. അവനായിരിക്കണം കേവട്ട്. പ്രളയകാലത്തില് ഭഗവാൻ എല്ലാത്തിനെയും തൻ്റെ വയറ്റിനകത്ത് ആക്കിയിട്ട് ഒരു ഉണ്ണിയെ പോലെ ആലിലയിൽ വിശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ നമുക്ക് എങ്ങനെയാ ഭഗവാൻ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, കരാരവിന്ദേന പദാരവിന്ദം പദാരവിന്ദേ മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുട്ടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. ഭഗവാൻ എല്ലാത്തിനെയും വയറ്റിനകത്താക്കിയിട്ട് തൻ്റെ ചരണത്തിനെ എല്ലാ ജനങ്ങളും ആശ്രയിച്ചിരിക്കുന്നല്ലോ. ചരണം രാമചന്ദ്ര ചരണവും ശരണം പ്രപദ്യേ, രാമചന്ദ്ര ചരണവും ശരണം പ്രപദ്യേ എന്ന് എല്ലാവരും ഈ ചരണത്തിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നല്ലോ. അത്രയ്ക്ക് മാധുര്യമായിട്ട് ഈ ചരണത്തിൽ എന്താ ഉള്ളതെന്ന് താൻ തന്നെ തൻ്റെ ചരണത്തിനെ എടുത്ത് വായിൽ വെച്ച് രുചിച്ചു നോക്കുന്നത് പോലെ ഭഗവാൻ ഒരു ബാലകൻ ആലില കൃഷ്ണനായിട്ട് കിടക്കുന്നു. ആലിലയിൽ ആലവൃക്ഷത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് വടവൃക്ഷം. ഏത് ആലവൃക്ഷത്തിൻ്റെ ഇലയിലാണോ ഭഗവാൻ ശയിച്ചിരുന്നത്, അത് എവിടെയാ ആലവൃക്ഷമുള്ളത്? ജലത്തിൽ സംസ്കൃതത്തിന് കം എന്ന് പറയും. കം എന്ന് പറഞ്ഞാൽ ജലം, കം എന്ന് പറഞ്ഞാൽ ജലം. കെ എന്ന് പറഞ്ഞാൽ ജലത്തിൽ എന്നർത്ഥം. ജലത്തിലുള്ള വട്ട്, കെ വട്ട്, ജലത്തിലുള്ള ആലവൃക്ഷം. ആ ജലത്തിലുണ്ടായിരുന്ന ആലവൃക്ഷം തന്നെയാണ് ഇന്ന് ഈ കേവട്ടായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഭഗവാനെ ധരിച്ചിട്ട് പൂർവ്വത്തിൽ ഭഗവാനെ ധരിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഭഗവാനെ ധരിക്കാൻ ഒക്കത്തുള്ളൂ. സ്പിരിച്വാലിറ്റിയൊക്കെ പൂർവ്വജന്മ വാസനയാണ്. പെട്ടെന്ന് ഒരു ദിവസം കയറി മുളയ്ക്കത്തില്ല. പൊട്ടി മുളയ്ക്കാൻ ഇത് കള്ളിച്ചെടിയല്ല. അത് അകത്തുണ്ടാവും, അനൽ പോലെ ഉണ്ടാവും. അനൽ പോലെ ഉണ്ടാവുന്ന ആ സ്പിരിച്വാലിറ്റി ഒരു ഗുരുവിനെ കാണുമ്പോഴത്തേക്കും ആ ഗുരു ഹൂന്നൊന്ന് ഊതി വിടുമ്പോൾ മുകളിലുള്ള ആ ഭസ്മങ്ങളൊക്കെ നീങ്ങി അനൽ എന്ന് പറഞ്ഞാൽ കനൽ, ആ കനലിൽ നിന്ന് തീ വരാൻ തുടങ്ങും. കേവട്ട് വന്നു, ഭഗവാനെ കയറ്റി, ഭഗവാനെ തൻ്റെ തോളിലിരുത്തി, നാമത്തിലിരുത്തി, ഇറങ്ങിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ. രാമൻ, ഗുഹൻ, ലക്ഷ്മണൻ, സീത, കേവട്ട് 5 പേരും തോണിയിൽ പോകുന്നു. ഗംഗയുടെ അക്കരയ്ക്ക് പോയപ്പോഴത്തേക്കും രാമൻ പിന്നെയും ജാനകിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ആ മോതിരം കൊടുത്തപ്പോൾ, എനിക്ക് വേണ്ട പ്രഭോ, नाद आज मैं काह न पावा मिटे दोष दुख दारिद दावा. എനിക്കിനി ദുഃഖമില്ല, ദോഷമില്ല, ദരിദ്രമില്ല, അസുഖമില്ല, ഒന്നുമില്ല. ഞാൻ ഇന്ന് ശുദ്ധമായി പ്രഭോ. അതുകൊണ്ട് എനിക്ക് എന്താ, അബ് കച്ചുനാഥ് ന ചാഹിയ മേരെ, എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്താ വേണ്ടേ? ദീനദയാള് അനുഗ്രഹത്തേര്, നിന്റെ അനുഗ്രഹം ഒന്ന് മാത്രം വേണം. അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് കേവട്ട് നേരെ ഭഗവാന്റെ ചരണത്തിനെ കയറി പിടിച്ചു. ഭഗവാന്റെ ചരണത്തിനെ കയറി പിടിച്ച് ദണ്ഡവത്ത് നമസ്കാരം ചെയ്തു. കേവട്ട് ഉത്തരി ദണ്ഡവത്ത് കീൻഹ പ്രഭു ഹി സകുച്ച് യഹി നഹി കുച്ച് ദീൻഹ. ഇപ്പൊ രാമന് തന്നെ ലജ്ജയായിപ്പോയി. കാരണം അയാൾ ഉപകാരം ചെയ്തു. രാമൻ്റെ തന്നെ ഒരു വിശേഷമായ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് ജന്മമൊത്തം മറക്കത്തില്ല. കഥഞ്ചിത് ഉപകാരേണ കൃതേന ഏകേന തുഷ്യതി. എങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ജന്മമൊത്തം അതിന് മറക്കാതിരിക്കും. ആ രാമചന്ദ്രമൂർത്തി ഇപ്പൊ ഈ കേവടിന് എന്താ കൊടുക്കുക എന്ന് വിചാരിച്ചു. കേവട് തന്നെ ചോദിച്ചു, ബഹുത് കിങ് പ്രഭു ലഖൻ സിയ നഹി കുച്ച് കേവട്ട് ലേയി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കേവട്ട്. അനുഗ്രഹം മാത്രം വേണമെന്ന് പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹത്തിനെക്കാട്ടിലും വലിയ ഒന്ന് കൊടുത്തു. ഗോസ്വാമി പറയുന്നു,
विदा कीन्ह करुणायतन भक्ति बिमल बरुदेई अति ഭക്തി ബിമലു ബർദേയി. ഭക്തി കൊടുത്തു കേവടന് ഭഗവാൻ. എന്തു കൊടുത്തു? ഭക്തി കൊടുത്തു. ഇത് അത്യാശ്ചര്യമായ ഒരു ചരിത്രം. നിരപേക്ഷനായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്ത ഒരു കേവട്ടിന് ഭഗവാൻ തന്നെക്കാട്ടിലും അമൂല്യമായ തൻ്റെ ഭക്തി കൊടുത്തു. ഭഗവാനെക്കാട്ടിലും അമൂല്യമാണ് ഭഗവാന്റെ ഭക്തി. ഭഗവാനും കിട്ടും, ഭഗവാന്റെ ഭക്തി കിട്ടില്ല. ഭഗവാനെ കാണാനൊക്കും. ദുര്യോധനൻ ഭഗവാനെ കണ്ടു, പക്ഷേ ഭഗവാന്റെ ഭക്തിയില്ല. അതിപ്പോൾ ഭഗവാനെക്കാട്ടിലും പ്രധാനം, ഭഗവാനെക്കാട്ടിലും എപ്പോഴും ഉയർന്നത് ഭഗവാന്റെ ഭക്തിയാണ്. ആ ഭക്തി തന്നെ ഭഗവാൻ പ്രസാദിച്ചു കേവട്ടിന് എന്ന് കേവട്ട് പ്രസംഗം ഇവിടെ ഞാൻ പരിസമാപ്തം ചെയ്യുകയാണ്. നാളെ ബാക്കിയുള്ള ചരിത്രം യഥാശക്തി നോക്കാം. ശ്രീ സീതാരാമചന്ദ്ര ഭഗവാൻ കീ. നാളെ ഷാർപ്പ് 5 മണിക്ക് ഇന്ന് പോലെ തുടങ്ങും.